ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് സുഹൃത്തുക്കളെ. ചിദംബരമാണ് പടം ഡയറക്ട് ചെയ്തത്. പടം റൈറ്റ് ചെയ്തിരിക്കുന്നത് ചിദംബരവും ജിത്തു മാധവനോട് ചേർന്നാണ്. പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. പടത്തിന്റെ സിനിമോട്ടോഗ്രാഫി ഷൈജു ഖാലിദാണ്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് അധികം നല്ല കിടുക്കനായിട്ടുള്ള ഒരു ക്രൂ തന്നെ പുൾ ഓഫ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവി. സോ പടത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും വർക്ക് ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ബേസിൽ പോകുന്നൊരു പടമാണ്. പിന്നെ ഇത് ആക്ച്വലി ഈ നമ്മുടെ ഈ അവാർഡ്സിനൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ആഫ്റ്റർ മഞ്ഞുമൽ ബോയ്സ്, ആഫ്റ്റർ ആവേശം, ചിദംബരം ആണെങ്കിലും ജിത്തു മദനാണെങ്കിലും ഇവർക്കൊരു സ്റ്റാർ കാസ്റ്റിനെ വെച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊളാബറേഷൻ്റെ മണ്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പടം ചെയ്യാവുന്നതാണ്. ബട്ട് എന്നാൽ പോലും അവർ പുതിയതായിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന ഒരു പടമാണ്. അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റിസ്ക് എടുത്തുള്ളൊരു പടമാണ്. ബട്ട് എന്നാൽ പോലും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞതുപോലെ ഒരു നല്ല കിടുക്കനായിട്ട് അത്യാവശ്യം രീതിക്ക് പോകുന്നതാണ്. ബട്ട് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ പടത്തിൻ്റെ ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് ആ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് കാണാവുന്നതാണ്. ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ ആണെങ്കിലും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് ആണെങ്കിലും അതെല്ലാം നമുക്ക് ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് ആ സെയിം സാധനമാണ് ഫസ്റ്റ് ഹാഫിലൂടെ വരുന്നത്. സോ ദെൻ അതിന് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരിട വരെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. പിന്നെ കുറച്ചധികം ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് കയറുമ്പോഴത്തേക്ക് ഐ തിങ്ക് എക്കോയ്ക്ക് ശേഷം വൺ ഓഫ് ദ ഒരു കിടുക്കൻ ക്ലൈമാക്സ് വന്നൊരു മൂവിയാണ് എനിക്കിതായിട്ട് തോന്നിയത്. പിന്നെ ടോവിനോയുടെ ക്യാമിയോ റോളുണ്ട്, എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. അത് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓവറോൾ പടം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. എനിക്ക് പടത്തിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ക്ലൈമാക്സ് ആണ്. അതാണ് ഞാൻ എക്കോ ആയിട്ട് കമ്പയർ ചെയ്തത്. കാരണം എക്കോയ്ക്ക് ശേഷം എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്ലൈമാക്സിലൊരു മൂവി ഇതാണ്. ബട്ട് ഒരിക്കലും നമുക്ക് ക്ലൈമാക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റൂല. ബട്ട് എന്നാൽ പോലും എല്ലാവരെയും പിടിച്ചു വലിച്ച് തിയേറ്ററിൽ ഇരുത്തുമോ അല്ലെങ്കിൽ എല്ലാവർക്കും ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഞാൻ പറഞ്ഞില്ല, മൂവി എന്തുസാസ്റ്റിന് പറ്റിയ ഒരു പടമാണ്. ഭയങ്കര ഒരു ത്രില്ലിങ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കൊമേഴ്ഷ്യലായിട്ട് നോക്കുന്ന രീതിക്കുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഒരിക്കലും വർക്കാവില്ല. ഞാൻ ഇത് ആക്ച്വലി അവാർഡ്സിനൊക്കെ വിടാൻ പറ്റിയ രീതിക്കുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു പടം നിങ്ങൾ നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വർക്കാവണമെന്നില്ല. സോ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് എ നൈസ് മൂവി, ഇറ്റ്സ് എൻ ആക്ച്വലി ഗുഡ് മൂവി. ഒരു അമ്മയുടെയും മോൻ്റെയും ബോണ്ടിങ് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചൊരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന നൈസ് ഒരു പടമാണ്. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ബട്ട് എന്നാൽ പോലും കിടുക്കൻ മൂവിയാണ്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, കിടുക്കനാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ യെസ് ഗൈസ്, മാത്രമേ ഉള്ളൂ.